താനത് നിന്നെ, ഞാൻ പറയുന്ന കേക്ക്. താൻ ആരാടോ എന്നെ എടോന്ന് വിളിക്കാൻ? എനിക്കൊരു പേരുണ്ട്. എന്നാ ശരി, എൻ്റെ പേരെന്താ? ഇത് അഗ്നി. വയസ്സ് 23. ആള് നേഴ്സ. പറയണ്ടല്ലോ, അനാഥയാണ്. ഫാമിലി ഒന്നുമില്ല. ഒരനാഥാലയത്തിലാണ് വളരുന്നത്. പിന്നെ പാവം ക്യാരക്ടറാണ്. എല്ലാവരും സ്നേഹം മാത്രം. തന്നെ ഞങ്ങൾ കല്യാണമൊന്നും വിളിച്ചില്ലല്ലോ. താൻ പെൺവീട്ടുകാരാണോ? തന്നോടത് പറയേണ്ട ആവശ്യം എനിക്കില്ല. താനത് നിന്നെ. എണീറ്റ് മാറിടോ. രാവിലെ തന്നെ ഓരോന്ന് കള്ളം കുടിച്ച് വന്നോളൂ. ഞാൻ പറഞ്ഞാ മതിയോ? ഒരു മിനിറ്റ്. ഇതാണ് നമ്മുടെ ലാവണ്യ ബേബി. വയസ്സ് 24. MBA ഒക്കെ കഴിഞ്ഞു. വേലയും കൂലിയില്ലാതെ വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുന്നു. എടാ, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ ഒരു അനാഥാലയത്തിനെ പറ്റി? അവിടെ ഞങ്ങൾക്കുള്ള ഒരേ ഒരു ഫ്രണ്ടാണ് അവള്. അവളുടെ പേരെന്തോ തുക്നീന്നോ ചട്നീന്നോ അങ്ങനെ എന്തോ അല്ലേ? ആഹാ, കൊള്ളാലോ, നല്ല അഭിനയം. പിന്നെ നീ പറഞ്ഞ പോലെ അവളുടെ പേര് തുക്നിയോ ചട്നിയോ ഒന്നും അല്ല, അഗ്നി. അതാണ് അവളുടെ പേര്. നിനക്കെന്തായാലും അവളെ പറ്റി അറിയണ്ടേ? തൽക്കാലം ഇത്രയും മതി, ബാക്കി പിന്നെ. ആഹാ, ചേച്ചി ഇവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ എത്ര നേരമായി തിരയുന്നു. ഒരു മിനിറ്റ്. ഇത് ഇഷ. വയസ്സ് 23. സ്ഥിരം പാറ്റേൺ. വീട്ടൊക്കെ കഴിഞ്ഞു. വേലയും കൂലിയില്ലാതെ വീട്ടിലിരിക്കുന്നു. പിന്നെ പറയുകയാണെങ്കിൽ നമുക്കിച്ചിരി അരക്കിർക്കായിട്ടൊക്കെ തോന്നും. ആ, ചേച്ചി ഇവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ എത്ര നേരമായി നോക്കിക്കൊണ്ട് കിടക്കുന്നു. അല്ല, ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നത്? ആ, നീ ആയിരുന്ന? വേറൊന്നുമല്ലടി, അർണവിന് നമ്മുടെ അഗ്നിയെ പറ്റി അറിയണമെന്ന് പറഞ്ഞു. സോ ഞാൻ അവളെ പറ്റി പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അവൻ എന്തിനാ അവളെ അറിയുന്നത്? നിനക്ക് കാര്യം കത്തിയില്ലേ? അവൻ എന്തോ അവളുടെ അടുത്തുണ്ട്. ഒരു ചെറിയ ഡിങ്കോൾഫ് മണക്കുന്നുണ്ട്. ഓഹോ, അപ്പൊ ഞാൻ അറിയാതെ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലേ? അതെ അതെ. അഗ്നി, ഇതെവിടെ പോയി? എന്താ? ആചാരങ്ങളും ആർപ്പുവിളികളും ആഘോഷങ്ങളും, എന്താ പറയാ, അങ്ങനെ ഒരു പൊടി പൂരം തന്നെയായിരുന്നു. बंधन के मुटियारा आईया पटोला बनके, कन्ना दे विच पिपल पत्तियां बाही चूड़ा खनके। बंधन के मुटियारा आईया पटोला बनके, कन्ना दे विच पिपल पत्तियां बाही चूड़ा खनके। मेरे सोने सोने वे
वे माई मेरा किथे नहीं हो दिल लगना मेरे सोने सोने वे माई मेरा किथे नहीं हो दिल लगना माई जावी छोड़ के ना तेरे नाल रहना वे तू श्रृंगार मेरा तू है माई गहना वे जावी छोड़ के ना तेरे नाल रहना वे तू श्रृंगार मेरा तू है माई गहना वे हाय दूरी है वैरी जिन्ना तू मेरा ओनी मैं तेरी मेरे सोने सोने ഓ പുല്ല് ഇരിക്കുന്നതുമില്ല. എനിക്കൊന്ന് വയ്യ ഇത് കൊടുത്തോണ്ട് നടക്കാൻ. ഓ ദാ പോണ്. എടി ഇവ എന്തോ അടി കാണിച്ചു കൂട്ടുന്നേ? ഇത് പ്രതാപ് വർമ്മ, വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഒരേ ഒരു മുതലാളി. ഇപ്പോൾ ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല. മക്കളുടെ കയ്യിൽ ബിസിനസ്സൊക്കെ ഏൽപ്പിച്ചിട്ട് വീട്ടിൽ വിശ്രമമാണ്. ഇദ്ദേഹത്തിന് ഏറ്റവും വലുത് ഭാര്യയും മക്കളുമാണ്. ആ എനിക്കെങ്ങനെ അറിയാം? നിങ്ങളെ മോനല്ലേ, നിങ്ങൾ പോയി ചോദിക്കും. ഇത് ഐശ്വര്യ, സോറി ഐശ്വര്യ പ്രതാപ് വർമ്മ. ഞാൻ ഇവിടെ ഇൻട്രോ തരേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. കാരണം ഇതോടുകൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതാരാണ്. നമ്മുടെ നായകന്മാരുടെ ഒരേ ഒരമ്മ. പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാനില്ല, പാവമാണ്, വീട്ടമ്മയാണ്. ഇത് കൊടുത്തോണ്ട് നടക്കണവരെ സമ്മതിക്കണം. ഏത് കാലത്താകുമ്പോ എനിക്ക് കൊടുക്കാൻ തോന്നിയേ. എനിക്കൊന്നും വേണ്ട, പോവില്ല എനിക്ക്. ഹായ്. എടാ നീ ഇവിടെ കിടന്ന് തെയ്യം തുള്ളാതെ നീ പോയി നിന്റെ ചേട്ടന്മാരെ വിളിച്ചിട്ട് വാ. ഉഭയകുശല ചിരജീവന പ്രസുഖ ഭരിത മഞ്ജുളതര ശൃംഗാരേ സഞ്ചാരേ അധര രുചിത മധുരിത ഭഗ സുധന കനക പ്രശമ നിരത ബാന്ധവ്യേ മാംഗല്യേ മമ തവ സതി സമദശ ശത മുദ മന ശുഭ സുമന ലയിവ സുസുത സഹിത കാമം വിരഹ രഹിത ഭാവം ആനന്ദ ഭോഗം ആജീവകാലം പാശാനുബന്ധം കാലാനുകാലം ദൈവാനുകൂലം കാമ്യാർത്ഥ സിദ്ധിം കാമയേ. എടോ താന്ന് നിന്നേ. എടി നീ ഇതെങ്ങോട്ട് പോവാ? വന്നേ ഇങ്ങോട്ട്. മുങ്ങാൻ നോക്കിയ പെണ്ണു. ചേട്ടന്മാര് പൊക്കോ, ഞാൻ ഇങ്ങോട്ട് വന്നേക്കാം. എനിക്ക് ഇവളോടൊന്ന് സംസാരിക്കണ്ടായിരുന്നു. ഇവനെന്താടാ ഇവളോട് സംസാരിക്കാൻ? എന്തൊക്കെയോ ചീന നാറുന്നുണ്ട്. ആ നീ കുടിക്കാത്തോണ്ടേക്ക്. നീ ഇവിടെ പട്ടി. പിള്ളേരെ നിങ്ങൾ കേറുന്നില്ലേ? മുഹൂർത്തം തീരും മുമ്പ് പയ്യനെയും പെണ്ണിനെയും കൊണ്ട് വീട്ടിൽ കയറണമെന്നാ പൂജാരി പറഞ്ഞ. കേറങ്ങോട്ട്. അതാ പറഞ്ഞോ. ഇതെങ്ങോട്ടാ? എന്നെ കൈ വിടണുണ്ടോ? എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. അത് കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിട്ടേക്കാം. അതുവരെ നീ കേട്ടോണ്ട് നിന്നേ പറ്റും. വാ ഇങ്ങോട്ട്. ആ ശരി, എനിക്ക് എന്താന്ന് വെച്ചാ പറ. അഗ്നി, ഞാൻ ഇത് സൊല്ലിയാവണോ? നീ അവളോ അഴുകടി. ഞാൻ ഈ സിനിമ കണ്ടത്. അതല്ലേ ചീഞ്ഞ നാറിയ ഡയലോഗ്. വേറെ വല്ലതും ഉണ്ടോ? ആ ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. എന്നാ ശരി, ഞാൻ ചുറ്റിയൊന്നും വളയ്ക്കുന്നില്ല. എനിക്ക് തന്നെ ആദ്യം കണ്ടപ്പോഴേ ഇഷ്ടമായി. ഐ ലവ് യു.
ഇത് എന്തറിഞ്ഞിട്ടാ? എന്നെ പറ്റി വല്ലതും അറിയാവോ തനിക്ക്? തൻ്റെ സ്റ്റാറ്റസ് വേറെയാ. ഞാനും താനും തമ്മിൽ ചേരത്തില്ല. എന്തുമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് അറിയാം നമുക്കിടെ. എനിക്ക് തന്നെ പറ്റി അറിയാം. പിന്നെ സ്റ്റാറ്റസ് അതെനിക്കൊരു വിഷയമല്ല. ചേച്ചി എന്നോട് എല്ലാ കാര്യവും പറഞ്ഞു. പക്ഷെ അർണവ് ഒന്ന് കേക്ക് പറയുന്നത്. ഞാൻ ഒന്നും പറയണ്ട, ആലോചിക്കും എന്ന് പറഞ്ഞാല്. പക്ഷെ അത് പോസിറ്റീവ് ആയിരിക്കണം കേട്ടോ. ശരി. എടോ, താൻ വരുന്നില്ലേ? അവിടെ തന്നെ നിൽക്കാനാണ് പരിപാടി. തന്നെ കൊണ്ട് പോയില്ലെങ്കിൽ ചേട്ടത്തിമാരെല്ലാം കൂടി നേരെ കേട്ടു. അതേ ഇങ്ങോട്ട്. എടാ, നീ ഇങ്ങൊന്ന് വന്നേ. എന്താടാ, നിനക്ക് എന്താ പ്രശ്നം? എനിക്ക് പേടിയാവുന്നു. എന്റെ ആദ്യത്തെ പ്രശ്നം ഇതല്ലേ? ആ, പറയുന്ന കേട്ട എനിക്കെന്തോ 5-6 കഴിഞ്ഞിട്ട് നിൽക്കുകയാണെന്ന് തോന്നുമല്ലോ. ഓഹോ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ നടന്നല്ലേ? എത്രണ്ണമായി? ഏടപ്പേ, ഒരു ചേട്ടന്റെ മൂത്തൂരി ചോദിക്കാൻ പറ്റിയ ചോദ്യമാണല്ലോ നീ ചോദിക്കുന്നത്. ഞാൻ ഒരു ഉപമ പറഞ്ഞെന്ന് വെച്ച്. ഓ, ഇവിടെ ചേനയുടെ കാര്യം പറയുമ്പോ അവന്റെ കോണവും പോയ കഥയും കൊണ്ട് വന്നിരിക്കുന്ന. അയ്യോ, അപ്പൊ അവിടെ നിക്കറില്ലായിരുന്നോ? ഓ, എന്നെ കൊല്ലും. ഇതേപോലത്തെ 2 വാഴകളാണല്ലോ എനിക്ക് തന്നത്. അതൊക്കെ ഉണ്ട്. നിങ്ങൾ എന്തിനാ എന്നോട് കുപ്പിയെടുക്കാൻ പറഞ്ഞത്? എടാ, എനിക്ക് ഇന്നലെ തോന്നിയായിരുന്നു ഈ സമയമാകുമ്പോ ഞാനും ഇവനും നെർവസ് ആവുന്നു. അപ്പൊ എന്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു 2 അടിച്ചിട്ട് കയറിയാലേ ശരിയാവുന്നു. ഞാൻ അടിച്ച അവൾ എന്തായാലും പൊക്കും. അല്ലെങ്കിലേ അഭദ്രകാളി എനിക്കിട്ട് 2 തരാൻ വേണ്ടി ഇരിക്കുക. ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ ഇന്ന് തന്നെ എന്റെ ഡെഡ് ബോഡി എടുക്കേണ്ടി വരും. എങ്കിൽ നീ കുടിക്കണ്ട, നീ പൊക്കോ. നിന്നോട് ആരെങ്കിലും പറഞ്ഞോ കുടിക്കാൻ? ഹലോ മൈ ഡിയർ മൂൺലൈറ്റ്സ്, ഹാപ്പി ന്യൂ ഇയർ. വേറെ ഒന്നല്ല, നിങ്ങൾക്കെല്ലാം വിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വന്നത്. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ എപ്പിസോഡിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഡയലോഗ്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കമൻസ് ആയിട്ട് ഇടണം. കമൻസൊക്കെ വായിക്കാൻ നല്ല രസമല്ലേ, അതുകൊണ്ട്. ആൻഡ് വൺസ് അഗൈൻ വിഷ് യു ഓൾ ഹാപ്പി ന്യൂ ഇയർ.